ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും EZ അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് നമ്മുടെ RRB NTPCയുടെ എക്സാം ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ RRB ഇപ്പോൾ വളരെ ചടുലമായിട്ടാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസും അതേപോലെ തന്നെ എക്സാമിനേഷൻസും നടത്തി വരുന്നത്. കറക്റ്റ് അല്ലേ? കാരണം നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ ഒക്കെ എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പുതിയ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ ALPയുടെയും ഈ പറഞ്ഞ ഫാർമസ്യൂട്ടിക്കൽ അതേപോലെ തന്നെ ടെക്നിക്കൽ വിഭാഗത്തിൽ പെടുന്ന അതേപോലെ സെക്ഷൻ കൺട്രോൾ പോലുള്ള എക്സാമിനേഷൻസിനെ ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകൾ എന്ത് ചെയ്യുന്നു വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, RRB റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ RRB NTPCയുടെ ഈ പറഞ്ഞ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസിലേക്കുള്ള അണ്ടർ ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റ് വിഭാഗങ്ങളിലേക്കുള്ള എക്സാമിനേഷൻ ഉടനെ തന്നെ കാണാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് അല്ലേ. കാരണം നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ അടുത്തിടെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിൽ വളരെ എല്ലാ മറ്റ് SSC PSC പോലുള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഈ പറഞ്ഞ പബ്ലിക് സർവീസ് കമ്മീഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞ ഗവൺമെന്റ് സർവീസുകളിലേക്ക് എക്സാമിനേഷൻ നടത്തിയെടുക്കുന്ന മറ്റ് എൻറ്റിറ്റികളെ പോലെ തന്നെ RRB എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ റിക്രൂട്ട്മെന്റുകൾ നടത്തി അവരെന്ത് ചെയ്യും, ഈ പറയുന്ന ഇനി വരും കാലങ്ങളിൽ അവർ നോട്ടിഫിക്കേഷൻ വിളിച്ച് അവരെന്ത് ചെയ്യും, നിയമനങ്ങൾ നടത്തുമെന്നാണ് ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രധാനമായിട്ടും ജോലി കിട്ടുന്ന ഒരു ഒരു മിനിസ്ട്രിയും കൂടിയാണ് ഈ പറയുന്ന റെയിൽവേ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ALP അതേപോലെ തന്നെ ടെക്നിക്കൽ ലോക്കോ പൈലറ്റ് അതേപോലെ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് സെക്ഷൻ കൺട്രോളറിന്റെ ഗ്രൂപ്പ് ഡിയുടെ ഒക്കെ ഓൾറെഡി കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ എക്സാമിനേഷൻ ആയിരുന്നു, അതിപ്പോൾ കഴിഞ്ഞു അല്ലേ. അതേപോലെ തന്നെ സെക്ഷൻ കൺട്രോളർ പാരാമെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ അല്ല പാരാമെഡിക്കൽ വിഭാഗത്തിലേക്കുള്ളതിനെ കുറിച്ചുള്ള ഡേറ്റുകളാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ റിലീസ് ആയിട്ടുള്ളത് അല്ലേ. നിങ്ങൾക്ക് നോക്കിയേ, ഇത് പ്രധാനമായിട്ടും നമ്മുടെ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് തലങ്ങളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ്റെ ഒരു ക്ലിപ്പാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പം നമ്മുടെ എംപ്ലോയ്മെന്റ് ന്യൂസിനകത്ത് 4/10/2025 എന്ത് ചെയ്യുന്നത്, നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് 28/10 അത് 27/11 എന്ത് ചെയ്ത് ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. കറക്ഷന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ 30/11/2025 ഉള്ള തീയതി എന്ത് ചെയ്യുന്നു നൽകിയിട്ടും ഉണ്ടായിരുന്നത്. നവംബർ മാസം വരെയുള്ള സമയം വരെയായിരുന്നു ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലെ. 2025 നവംബർ മാസം വരെയായിരുന്നു ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഗ്രാജുവേറ്റ് തലത്തിലേക്ക് വരികയാണെങ്കിൽ NTPC ഗ്രാജുവേറ്റ് തലത്തിലേക്ക് വരികയാണെങ്കിൽ അതും ഇതേ സമയത്ത് തന്നെ ഈ പറയുന്ന ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ഏകദേശം വലിയ ദിവസങ്ങളുടെ വ്യത്യാസമില്ല, ഒരാഴ്ചക്കുള്ളിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻസും ആപ്ലിക്കേഷൻ ഡേറ്റെല്ലാം തുറന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് ഒരാഴ്ച അടുപ്പിച്ച് തന്നെ എന്ത് ചെയ്യും, ആ ഒരു ഗ്യാപ്പിൽ തന്നെയാണ് അണ്ടർ ഗ്രാജുവേറ്റിന്റെയും ഗ്രാജുവേറ്റിന് എന്ത് ചെയ്യുന്നത് പറയുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 21/10 സ്റ്റാർട്ട് ചെയ്തത്. അത് ഈ പറഞ്ഞ രീതിയിൽ 23/11 വരെ എന്ത് ചെയ്തിരുന്നു, അവരും ഈ പറഞ്ഞ ഡേറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഈ പറഞ്ഞ നവംബർ കഴിഞ്ഞു, ഡിസംബർ കഴിഞ്ഞു, ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി മാസമാണ് നമ്മുടെ മുന്നിലേക്ക് എത്തി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ മറ്റു പ്രധാനപ്പെട്ട എക്സാമിനേഷൻസ് ആയിക്കൊണ്ടുള്ള സെക്ഷൻ കൺട്രോളറിന്റെ എക്സാം ഈ പറയുന്ന കഴിഞ്ഞ ദിവസം 11 ഫെബ്രുവരിയിൽ എന്ത് ചെയ്തിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ അല്ലെ ഈ പറഞ്ഞ ALPയുടെ എക്സാമിനേഷൻ ഡേറ്റും അടുത്തിടെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അത് പ്രധാനമായിട്ടും ഫെബ്രുവരി മാസം 13, 16, 17, 18 തീയതികളിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ എന്ത് ചെയ്യുന്ന എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. അറബി ടെക്നിക്കൽ കാറ്റഗറിയിലേക്കുള്ള എക്സാമിനേഷൻസിന്റെ തീയതി പ്രധാനമായിട്ടും പറയുന്നത് 5 മുതൽ 9 മാർച്ച് 2026 എന്ത് ചെയ്യുന്നത് പറയുന്നത്. പാരാമെഡിക്കൽ വിഭാഗത്തിലേക്കുള്ള എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത് 10 മാർച്ചുമാണ് അല്ലെ. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് RRB പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കുള്ള എക്സാമിനേഷൻ കഴിഞ്ഞാൽ പിന്നെ അവർ പ്രധാനമായിട്ടും വിളിക്കേണ്ടത് എന്തായിരിക്കാം, അത് തന്നെയാണ് അല്ലെ. ഏതാണ് നമ്മുടെ RRB NTPC എക്സാമിനേഷൻസ് ആണ്. അതായത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് അണ്ടർ ഗ്രാജുവേറ്റ് എന്നിവരുടെ പോസ്റ്റുകളിലേക്കുള്ള നിയമനങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് അവർ നടത്താൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമിനേഷൻ തന്നെയാണ് നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന ഏപ്രിൽ മാസം ഈ പറയുന്ന ഒന്നെങ്കിൽ മിഡോട് കൂടി അല്ലെങ്കിൽ ലാസ്റ്റോട് കൂടി തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും, നമ്മുടെ NTPCയുടെ എക്സാമിനേഷൻസ് ഈ പറയുന്ന ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് എന്നീ പറഞ്ഞ തലങ്ങളിലേക്കുള്ള എക്സാമിനേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കാത്തിരിക്കാമെന്നുള്ളതാണ്. ഓക്കെ, കാരണം ഈ പറയുന്ന ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ പറയുന്ന രീതിയിൽ അവർ പെട്ടെന്ന് തന്നെ ഓരോ മാസങ്ങളിലായിട്ട് ഓരോരോ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്താണ് എന്ത് ചെയ്യുന്നത് ഇങ്ങോട്ട് വരുന്നത് അല്ലെ. വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്ത് വരുന്നത്. അങ്ങനെയെങ്കിൽ ഏപ്രിൽ മാസം തന്നെ ഈ പറയുന്ന രീതിയിൽ NTPCയുടെ എക്സാമിനേഷൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ആലോചിച്ച് നോക്കുക, നമ്മുടെ മുന്നിൽ പ്രധാനമായിട്ടും മുന്നിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഏപ്രിൽ മാസത്തിന്റെ അവസാനം തന്നെ കണക്കൂട്ടി അല്ലേ.
ഒരു 60 ദിവസമെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, 60 അല്ലെങ്കിൽ 50-60 ദിവസമെങ്കിലും നമ്മുടെ എന്ത് ചെയ്യും കൈ കിട്ടുമെന്നുള്ളതാണ്. 50-60 ദിവസമെങ്കിലും നമുക്ക് എന്ത് ചെയ്യും പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു 60 ദിവസമെങ്കിലും നമുക്ക് എന്ത് പറ്റും ഇപ്പോൾ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അങ്ങനെ 60 ദിവസം നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ, ഓക്കെ, ഒരു 60 ദിവസം നിങ്ങളുടെ കയ്യിലാണ് കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു സിലബസിന്റെ ഒരു 75 അല്ലെങ്കിൽ 76% വരെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അല്ലെ, ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള ഏകദേശം ഒരു മാനസിക സ്ഥിതിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അപ്പം ഇതുവരെ ഈ പറഞ്ഞ NTPC കൊണ്ട് തയ്യാറെടുക്കാത്തവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ടതാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആദ്യം പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് ആണ് ഈ പറയുന്ന 60 എന്ന് പറയുന്നത്. ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് ചിലപ്പം ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഒരു ബോണസ് ആയിട്ട് 1-2 ദിവസങ്ങളെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും അത് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. ഓക്കെ, അപ്പൊ ആദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സിലബസിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ആദ്യം മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സിലബസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സുകൾ, പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സുകൾ, മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ആദ്യം പഠിച്ചു പോവുക. അതേപോലെ ടോപ്പിക്കുകൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ടോപ്പിക്കുകളാണ്, അറിയാത്ത കുറച്ച് ടോപ്പിക്കുകൾ കാണും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം സമയമെടുത്ത് പഠിക്കേണ്ടതായിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്കുകൾ, അതുകൊണ്ട് ഇന്ന് ഷുവർ ഷോർട്ടായിട്ട് ചോദ്യങ്ങൾ വരുന്ന കുറച്ച് ടോപ്പിക്കുകൾ കാണും അല്ലേ. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം, വളരെ സമയമെടുത്തുകൊണ്ട് ഏകദേശം ആദ്യത്തെ 30 ദിവസം കൊണ്ട് എന്ത് നിങ്ങൾ പഠിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 30 ദിവസം കൊണ്ട് പ്രധാനമായിട്ടും സിലബസിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാത്ത, നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത, നിങ്ങൾ പഠിക്കാത്തിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ആ ഒരു പഠിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം എന്താണ് ക്ലിയർ അല്ലാത്ത ടോപ്പിക്കുകൾ, അതായത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുമെന്നുള്ളതും അതേപോലെ തന്നെ ക്ലിയർ അല്ലാത്തതുമായ ടോപ്പിക്കുകൾ എന്ത് ചെയ്യണം തീർക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 30 ദിവസം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അടുത്ത 30 ദിവസം പ്രധാനമായിട്ടും ചെയ്യേണ്ടത് മെമ്മറി റീകോൾ എന്നുള്ളതാണ്. അതായത് പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ഓർമ്മയുണ്ട് എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് അടുത്ത ദിവസങ്ങളിലായിട്ട് ചെയ്യേണ്ടത്. പഠിച്ചു വെച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടോ എന്നുള്ളത് നോക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകളും ചെയ്ത് നോക്കുക. മോക്ക് ടെസ്റ്റുകൾ, അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് ഈ NTPC എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നവർ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഓക്കെ, അതായത് NTPCയുടെ ചോദ്യങ്ങൾ മാത്രം എടുത്ത് പഠിക്കാതെ, നമ്മുടെ ALPയുടെയും, ഓക്കെ, ALP ഞാൻ പറഞ്ഞല്ലോ എല്ലായിടത്തും കൊടുക്കണമെന്നില്ല. ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ്, GK, അതേപോലെ തന്നെ GK GS ഭാഗങ്ങളിൽ നിന്നും, കറണ്ട് അഫയേഴ്സിന്റെ ഭാഗങ്ങളിൽ നിന്നും, മാത്സിന്റെ ഭാഗങ്ങളിൽ നിന്നും ഒക്കെ മറ്റ് ചോദിക്കുന്ന ഭാഗങ്ങളുണ്ട്. റീസണിങ്ങിന്റെ ഭാഗത്തു നിന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന്റെ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ALPയുടെ ആയിക്കോട്ടെ, ടെക്നിക്കലിന്റെ ആയിക്കോട്ടെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ സെക്ഷൻ കൺട്രോളറിന്റെ, അതേപോലെ തന്നെ കുറച്ച് ദിവസത്തിനകം തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഗ്രൂപ്പ് ഡിയുടെ ഗ്രൂപ്പ് ഡിയുടെ ആൻസർ കീയും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും പബ്ലിഷ് ചെയ്യും. അപ്പം ഇത്രയും കാര്യം നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിയുടെ തന്നെ ഒരു വലിയ ഡേറ്റാബേസ് ആണ് ഗ്രൂപ്പ് ഡിയുടെ മാത്രം നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ, അതേപോലെ തന്നെ സെക്ഷൻ കൺട്രോളറിന്റെ, ALPയുടെ, അതേപോലുള്ള ഈ പറഞ്ഞ എക്സാമിനേഷൻസിന്റെ ഒക്കെ ചോദ്യ പേപ്പർ എടുത്ത് വെച്ച് അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം തന്നെ എടുത്ത് അത് ചെയ്യരുത്. പിന്നെ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ 30 ദിവസം ഇരുന്ന് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷമുള്ള 30 ദിവസങ്ങളിലാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഈ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ആ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഡൗട്ടുള്ള കാര്യം പഠിച്ചതിന് ശേഷമുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യുക, ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തും ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ചോദ്യ പാറ്റേണും ചോദ്യം വരുന്ന രീതിയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉത്തരങ്ങൾ എഴുതാൻ പറ്റി എന്ത് ചെയ്യാൻ പറ്റും സാധിക്കും എന്നുള്ളതാണ്. അല്ലാതെ NTPC മുൻ വർഷങ്ങൾ കാലങ്ങളിൽ നടന്നിട്ടുള്ള പരീക്ഷാ പേപ്പറുകൾ മാത്രം എടുത്ത് പഠിക്കാതെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള എന്താണ് പരീക്ഷകളോട് എടുത്ത് പഠിക്കുന്ന എപ്പോഴും നന്നായിരിക്കും. കാരണം ഗ്രൂപ്പ് ഡിയുടെ ഒക്കെ ഒരു എക്സാമിനേഷന്റെ പാറ്റേൺ എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ഒരുപാട് ഭാഗങ്ങളിലുള്ള ചോദ്യങ്ങൾ പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സിൽ നിന്ന് മാത്രമുള്ളതായിരുന്നു അല്ലേ. ഒരു നല്ല ശതമാനം ചോദ്യങ്ങൾ തന്നെ കറണ്ട് അഫയേഴ്സിന് മാത്രം ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ GK GS ഭാഗങ്ങളിൽ നിന്ന് പ്രധാനമായിട്ട് ഈ പറയുന്ന ഹിസ്റ്ററി, ജോഗ്രഫി ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു. പകരം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഈ ഭാഗം എന്ന് കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻവർഷ ചോദ്യങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സമയങ്ങളിൽ ചോദിച്ചു വന്നിട്ടുള്ള ചോദ്യത്തിന്റെ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യ പേപ്പറുകൾ എന്ത് ചെയ്യണം അവസാന 30 ദിവസങ്ങളിൽ തയ്യാറെടുപ്പുടെ ഭാഗമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഏകദേശം നല്ലൊരു ശതമാനം മാർക്ക് തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷകളൊക്കെ മേടിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതല്ല വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ AZB അക്കാഡമിയിൽ നമ്മൾ NTPC വേണ്ടി കംപ്ലീറ്റ് ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 2024 NTPCക്ക് വേണ്ടി പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു ബാച്ചും കൂടിയാണ് NTPCയുടെ ബാച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ലൈവ് പ്രസ് കൂടെ ക്ലാസ്സുകളൊക്കെ നൽകി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന PDF നോട്ടുകളും ഡൗട്ട് ക്ലിയർ സെക്ഷൻസ് ഒക്കെ ഭാഗമായിട്ട് നൽകി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ NTPCക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കംപ്ലീറ്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, ക്ലാസ് എങ്ങനെയാണ്, അതേപോലെ തന്നെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ, നോട്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതല്ലെങ്കിൽ സംശയങ്ങളോ മറ്റോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ട് താഴെയായിട്ട് ഒരു Google ഫോമിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്.
ആ ലിങ്കിൽ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഡൗട്ടുകളും മറ്റു കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്താനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഡൗട്ട് മറ്റു കാര്യങ്ങളൊക്കെ അവിടെ എന്താണ് രേഖപ്പെടുത്തി പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കിട്ടിയ സമയം ഈ പറയുന്ന 60 ദിവസങ്ങളായിക്കോട്ടെ, അതല്ല നമുക്കൊരു 5-6 ദിവസം അധികം കിട്ടിയാൽ ആ സമയം വളരെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ കൊണ്ട് കഴിയും. ഓക്കെ, അപ്പം പറഞ്ഞൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഒരു ഏപ്രിൽ മാസത്തിലേക്ക് വേണ്ടി തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.